സ്റ്റുഡൻസ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 1 ലാസ്റ്റ് വരുന്ന പോർഷൻസാണ്. നമ്മൾ പറയുന്നത് ഗോൾ ബ്ലാഡറിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗോൾ ബ്ലാഡർ? ഗോൾ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പിയർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലിവറിൻ്റെ റൈറ്റ് സൈഡിൽ ലിവറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇന്ന് കാണപ്പെടുന്നത് നമ്മുടെ ഗോൾ ബ്ലാഡർ കാണാനായിട്ട് സാധിക്കുന്നത്. ഗോൾ ബ്ലാഡറിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈലിനെ സ്റ്റോർ ചെയ്യുകയും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ബൈൽ എന്ന് പറയുന്നത് നമുക്ക് അറിയാം പിത്തരസം. ഇത് നമ്മുടെ ലിവറാണ് റിലീസ് ചെയ്യുന്നത്. ലിവർ നമ്മുടെ ഗോൾ ബ്ലാഡറിലോട്ട് റിലീസ് ചെയ്യുന്നു. ഈ ഗോൾ ബ്ലാഡർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്? നമ്മുടെ ഗോൾ ബ്ലാഡറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അത് നമുക്ക് ആവശ്യം വരുമ്പോൾ, അതായത് നമ്മുടെ ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് വരുമ്പോഴാണ് ഈ ബൈൽ നമുക്ക് റിലീസ് ചെയ്യേണ്ടത്. ആ റിലീസ് ചെയ്യുന്നത് ലിവറാണ്. അങ്ങനെ ഈ ബൈൽ നമ്മുടെ ഫുഡിനെ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് പറയുന്നത് ഗോൾ സ്റ്റോൺ ആണ്. എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പിത്താശയത്തിൽ കല്ല് വരിക എന്നുള്ളത്. അതാണ് ഗോൾ സ്റ്റോൺ എന്ന് പറയുന്നത്. അതായത് പീസസ് ഓഫ് സോൾഡ് മെറ്റീരിയൽ ദാറ്റ് ഡെവലപ്പ് ഇൻ ദ ഗോൾ ബ്ലാഡർ വെൻ സബ്സ്റ്റൻസസ് ഇൻ ദ ബൈൽ പ്രൈമർലി കൊളസ്ട്രോൾ ആൻഡ് ബൈൽ പിഗ്മെൻറ്റ്സ് ഫ്രം ഹാർഡ് ക്രിസ്റ്റൽ ലൈക്ക് പാർട്ടിക്കിൾസ്. അതായത് നമുക്ക് നമ്മുടെ ഗോൾ സ്റ്റോൺ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ ഗോൾ ബ്ലാഡറിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എന്തിൻ്റെ ഫലം കൊണ്ടായിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൈലിലുള്ള സബ്സ്റ്റൻസുകൾ അടിഞ്ഞുകൂടിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ കൊളസ്ട്രോള്, ബൈൽ പിഗ്മെൻറ്റുകൾ അടിഞ്ഞുകൂടി അത് ഹാർഡായിട്ട് വരുന്നതൊക്കെ ആയിരിക്കാം ഇതിനുള്ള കാരണങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് ഗ്യാസ് ആണ്. എന്താണ് ഗ്യാസ്? അതായത് നമ്മുടെ എ പ്രൊഡക്റ്റ് ഓഫ് ഡൈജഷൻ ദാറ്റ് ഈസ് മെയ്ഡ് പ്രൈമർലി ഓഫ് ഓർഡർലെസ് വേപ്പേഴ്സ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് സംടൈംസ് മീഥേൻ. അതായത് നമ്മുടെ ഡൈജഷൻ വഴി അവിടെ റിലീസ് ആവുന്ന ഒരു വേപ്പറാണ്, ഓർഡർലെസ് വേപ്പേഴ്സാണ് ഈ ഗ്യാസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് റിലീസ് ആവുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഹൈഡ്രജൻ, ചിലപ്പോഴൊക്കെ മീഥേനൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് റിലീസ് ആവുന്നുണ്ട്. ഈ ഒരു അൺപ്ലസൻറ്റ് ഓർഡർ ഇതിന് വരുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിലുള്ള പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ബാക്ടീരിയാസ് എന്ത് ഉണ്ടാക്കുന്നുണ്ട്? സ്മോൾ എമൗണ്ട് ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ സൾഫറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുവഴിയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗ്യാസ് പോകുമ്പോൾ ഇതുപോലെ തന്നെ അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഓർഡറൊക്കെ ഉണ്ടാവുന്നത്. എവരി വൺ ഹാസ് ഗ്യാസ് ആൻഡ് എലിമിനേറ്റിംഗ് ഇറ്റ് burping or passing it through the rectum. It may instances people think they have too much gas when in reality they have normal amounts. Most people produce 1 to 3 points of intestinal gas in 24 hours and pass gas an average of 40 times a day. അതായത് നമുക്ക് പലപ്പോഴും, അതായത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഗ്യാസ് പ്രൊഡക്ഷൻസൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്കിത് രക്തത്തിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കത് അറിയാനായിട്ട് സാധിക്കുകയൊക്കെ നമുക്ക് ചെയ്യും. നമുക്കൊരു 24 ഹവേഴ്സിൻ്റെ ഫുഡിനിടയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഗ്യാസ്ട്രക്ടമി ആണ്. ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞാൽ ഇതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. നെക്സ്റ്റ് പറയുന്നത് ഗ്യാസ്ട്രിക് ആണ്. ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലോട്ട് തുളഞ്ഞു കയറുന്ന ഒരു കണ്ടീഷനാണ് ഗ്യാസ്ട്രിക് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത്. ഗ്യാസ്ട്രിക് ക്യാൻസർ എന്ന് പറയുന്നത് സ്റ്റൊമക്ക് ക്യാൻസറാണ്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിനുള്ളിൽ എന്ത് സംഭവിക്കുക? ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ മേ ബി ആൽക്കഹോൾസൊക്കെ ചെല്ലുമ്പോഴൊക്കെ നമുക്കിതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം. നെക്സ്റ്റ് പറയുന്നത് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ആണ്. ഈ ഒരു കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു കണ്ടീഷനിൽ എ കണ്ടീഷൻ ഇൻ വിച്ച് ആസിഡ് കണ്ടെയ്നിങ് കണ്ടൻസ് ഓഫ് stomach travel back up into the esophagus causing a burning sensation. അതായത്
ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ ഉണ്ടാവുന്ന ആസിഡ് കണ്ടൻറ്റുകൾ എന്താണ്, ട്രാവൽ ബാക്കപ്പ് ഇൻ ടു ദ ഈസോഫാഗസ്, തിരിച്ച് എങ്ങോട്ട് തന്നെ പോവുകയാണ്, നമ്മുടെ ഈസോഫാഗസിനുള്ളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കോസിങ് എ ബേണിങ് സെൻസേഷൻ, അതായത് നമുക്ക് നെഞ്ചിരിച്ചിൽ വരുന്നൊരു കണ്ടീഷനാണ്. അതുവഴി നമുക്ക് എന്താണ് നമ്മുടെ ഹാർട്ടിൻ്റെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ അവിടെ എന്താണ് ഒരു എരിയുന്ന പോലൊരു കണ്ടീഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് നേരെ തിരിച്ച് എങ്ങനെയാണ് ആസിഡ് കണ്ടന്റ് നേരെ താഴോട്ടാണ് പോകേണ്ടത്, അതിന് പകരം തിരിച്ച് ഈസോഫാഗസിലോട്ട് വരുന്ന ഒരു കണ്ടീഷൻ. നെക്സ്റ്റ് പറയുന്നത് ഗ്യാസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ performed along with a biopsy to examine the stomach and esophagus using a thin lighted tube called a gastroscope. അതായത് ഗ്യാസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊസീജിയറിൽ എന്താണ് സംഭവിക്കുന്നത്, ബയോപ്സി ടു എക്സാമിൻ ദ സ്റ്റൊമക് ആൻഡ് ഈസോഫാഗസ് യൂസിങ് എ തിൻ ലൈറ്റഡ് ട്യൂബ്. അതായത് നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലെ കാര്യങ്ങൾ നമുക്ക് എന്താണ് തിൻ ലൈറ്റഡ് ട്യൂബായിട്ടുള്ള ഒരു ഗ്യാസ്ട്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇത് നമുക്ക് വായിലൂടെ കയറ്റി നമുക്ക് സ്റ്റൊമക്കിലോട്ട് വരെ എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. താങ്ക് യു.